നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫുഡ് സ്റ്റോറീസിന്റെ മറ്റൊരു ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണപ്രേമികൾ എല്ലാവരും അവിടെ ഇല്ലേ? വായോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചില്ലറ വിഭവമൊന്നുമല്ല, ഫ്ലവർ പപ്പഡ്. കേൾക്കുന്ന പോലെ കൗതുകമായ ഒരു സംഭവം തന്നെയാണ് ഈ ഫ്ലവർ പപ്പഡ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും, കാരണം പൂ പോലെ മൃദുലമാണ് ഈ സ്നാക്ക്. അപ്പോ എങ്ങനെയാണ് ഈ ഫ്ലവർ പപ്പഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? എല്ലാരും വായോ. ഇതുണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ് കേട്ടോ. സംഭവം ചെറിയൊരു മിക്സിയും പിന്നെ ഇടിപിടികൾ കുറച്ച് സാധനങ്ങളും പിന്നെ കോൺ, അത് മസ്റ്റാണ്. അതുണ്ടെങ്കിലേ പരിപാടി നടക്കുള്ളൂ. പിന്നെ ഈ ചീഞ്ചട്ടിയും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ഇത് റെഡിയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കാം. ആ ചുരുങ്ങിയ സമയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വായോ. ഇതിലേക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു കഴുകി വെച്ചിരിക്കുന്ന ജാറാണ്. ജാറ്. ആ ജാറിലേക്ക് നമുക്ക് ഇടാനായിട്ട് ആദ്യം എടുത്ത് വെക്കാം നല്ല മിടുമിടുക്കനായ ചിക്കൻ സോസേജ്. എല്ലാവർക്കൊക്കെ ഇഷ്ടമാണ്, വലിയവർക്ക്. ആ ചിക്കൻ സോസേജ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ നമ്മളൊരു 10 ഫ്ലവറിന് വേണ്ടിയുള്ള ചിക്കൻ സോസേജ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ആവശ്യമുള്ള ചിക്കൻ സോസേജ് എടുക്കാം. അപ്പൊ ഈ ചിക്കൻ സോസേജ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ജാറിലേക്ക് എടുത്തിടുന്നു. അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നു ഷെസ്വാൻ സോസ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് എരിവ് കൂടുവാനായിട്ട് ഇടുന്നു കുരുമുളക് പൊടി. ഇവിടെ നമ്മൾ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്കാണെങ്കിൽ അത്ര എരിവ് വേണ്ട, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. എരിവ് ആവശ്യമായിട്ടുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് മല്ലിയില. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ പിച്ചി ഇടണം. ഇതെല്ലാം ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാർ ഒന്ന് അടയ്ക്കാൻ മറക്കരുത്. അടച്ചില്ലെങ്കിൽ എല്ലാം കൂടെ തീർച്ചയായും പോകും. ഓക്കെ, അത് അടച്ചതിന് ശേഷം മിക്സിയിലേക്ക് എടുത്ത് വെച്ച് 2 അടി. മിക്സിയുടെ സൗണ്ട് വരുന്നുണ്ടോ? കൂടട്ടെ. 2, 3, അങ്ങനെ തന്നെ. അപ്പൊ 2 അടി അടിച്ചതിന് ശേഷം ആ ജാറും തുറക്കുക. ആ ജാറ് തുറന്നിട്ട് കുറച്ച് 2 സ്പൂണോ 3 സ്പൂണോ പാലൊഴിച്ചു കൊടുക്കുക. എന്തിനാണ്? നല്ല ഒന്ന് അരഞ്ഞു വരാനായിട്ട്. അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം ഇളക്കി എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ജാർ അടച്ചിട്ട് വീണ്ടും അടിച്ചോ. മിക്സിയുടെ സൗണ്ട് ഏറട്ടെ. അങ്ങനെ വീണ്ടും 2 റൗണ്ട് അടിച്ചതിന് ശേഷം വീണ്ടും ജാർ തുറക്കുക. ജാർ തുറന്നതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാണ്. ഒരു പരിപാടി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഐറ്റം ഇതിന് വേണ്ടി ഉണ്ടല്ലോ. അപ്പൊ പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടി വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ആയിലേയും കുറച്ചും കൂടെ പാലൊഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 2 റൗണ്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാ റൗണ്ടും അടിച്ചു കഴിഞ്ഞിട്ട് മിക്സ് അടിച്ച് കഴിഞ്ഞിട്ട് ആ ജാർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇരിക്കുന്നു നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുള്ള ആ ഒരു മിക്സ്. അതിനുശേഷം ഈ പേസ്റ്റ് രൂപത്തിലായ ആ ഒരു മിക്സ് നമ്മൾ ആ കോണിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഐറ്റം ഉണ്ടെന്ന് ഇതിനു വേണ്ടി, ഈ കോണിലേക്ക് ഫില്ല് ചെയ്യുക. നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. കാരണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു പരിപാടി വേറെ ഉണ്ട് അതിനുശേഷം. അപ്പൊ ഇത് ഫില്ല് ചെയ്തതിനു ശേഷം ഒരു പരന്ന കല്ലെടുത്ത് അങ്ങ് വെക്കണം. അടിയിൽ തീയൊന്നും ഇട്ടുകളയല്ലേ, എല്ലാം കൂടെ കത്തിപ്പോവും. പരന്ന കല്ലെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ എല്ലായിടത്തും ആവട്ടെ. തേച്ച് കൊടുത്തതിന് ശേഷം നനച്ച പപ്പടം ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക. ഒന്നിനു മേലെ ഒന്ന് ഫുള്ളായിട്ടെടുത്ത് വെക്കരുത്. ഒരു പകുതിക്ക് വെച്ച് അങ്ങോട്ട് പോവുക. ഈ പകുതിക്ക് വെച്ച് പോയതിനാ ആ പകുതിക്ക് വെച്ചതിന്റെ ഗ്യാപ്പിൽ ഇനിയും നമ്മൾ ബട്ടർ തേക്കണം. അതുകൊണ്ടാണ് ആ ഒരു ലെയറായിട്ട് വെച്ച് പോയത്. അതിൻ്റെ ഇടയിൽ നന്നായിട്ട് ആ ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പൊ ബട്ടറൊക്കെ തേച്ചതിന് ശേഷം നമ്മളെ മെയിൻ ആയിട്ട് ഉണ്ടല്ലോ ആ മിക്സ് കോണിലാക്കി വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് എടുക്കണം. അതെടുത്ത് പപ്പടത്തിന്റെ അങ്ങേയറ്റം മുതൽ പപ്പടത്തിന്റെ ഇങ്ങേയറ്റം വരെ നല്ല നീളത്തിൽ പേസ്റ്റ് ചെയ്യണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മനുഷ്യ ചങ്ങല പോലെ അങ്ങനെ നീളത്തിൽ അങ്ങ് തേച്ച് കൊടുക്കണം. എന്നിട്ട് പപ്പടത്തിന്റെ ഒരു സൈഡിൽ ആ ബട്ടർ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ബട്ടറിന്റെ മെയിൻ ഒരു ആളാണ് കേട്ടോ, മെയിൻ കഥാപാത്രമാണ് ഈ ബട്ടർ. ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഈ പപ്പടം ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കണം. എല്ലാ പപ്പടവും ഇങ്ങോട്ട് മടക്കണം. ഒരു സൈഡ് മാത്രം കേട്ടോ, 2 സൈഡും കൂടെ മടക്കി കൊടുക്കരുത് പ്ലീസ്. എന്നിട്ട് ഒരറ്റത്തുനിന്ന് ഈ പപ്പടതെല്ലാം കൂടെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്തപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പുഷ്പമാണ് മക്കളെ, പുഷ്പം. ഇപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലായില്ലേ, നിങ്ങൾ വലിയൊരു കലാകാരനാണെന്ന്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എത്ര എണ്ണമാണ് ആവശ്യം അതുപോലെ തന്നെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ്. അപ്പൊ ഒരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ നമുക്ക് എത്ര ഫ്ലവർ ആണോ ആവശ്യം അത്രയും നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പപ്പടം സ്പ്രെഡ് ചെയ്യൂ, മിക്സ് തേക്കൂ, ബട്ടർ തേക്കൂ, ചുരുട്ടു, റിപ്പീറ്റ്. പപ്പടം സ്പ്രെഡ് ചെയ്യൂ, മിക്സ് തേക്കൂ, ബട്ടർ തേക്കൂ, ചുരുട്ടു, റിപ്പീറ്റ്. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് എത്ര പുഷ്പമാണോ വേണ്ടത് അത്രയും ഫ്ലവേഴ്സ് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 7 പൂ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് 1-2 എണ്ണമൊന്നും പറ്റില്ല, എനിക്കൊരു 7 എണ്ണമെങ്കിലും വേണം മിനിമം. അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ആവശ്യം, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് 7 എണ്ണം പോരെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ആ പൂക്കൾ ഉണ്ടാക്കുക. ഓക്കെ, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കളെല്ലാം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പാൻ എടുത്ത് വെക്കണം. ഈ പാൻ എടുത്ത് വെക്കുമ്പോൾ അടിയിൽ തീടണം കേട്ടോ, നേരത്തെ പോലെ തീടായിരിക്കരുത്. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് പാലൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയായിട്ട് ഒന്ന് ഇളകി കൊടുക്കണം. ഇളകി കൊടുത്ത് ആ പാലൊന്ന് തിളച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ ഫ്ലവേഴ്സ്, അതിൽ ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക. തിളച്ച് വരുന്ന ആ പാലിലേക്ക് ഇനി നമ്മൾ ആ പാല് തിളച്ച് വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. പാല് കാച്ചിന് വീട്ടുടമസ്ഥൻ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളും കാത്തിരിക്കണം. അത് നല്ല തിളച്ച് ഈ പൂക്കളുടെ മുകളിലൂടെ ഈ പാൽ ഇങ്ങനെ പൊങ്ങി വരുന്ന രംഗമുണ്ട്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ് സുഹൃത്തുക്കളെ. അതിവിടെ ഉണ്ടായി കഴിഞ്ഞു.
അതാ നല്ല തിളച്ച് വരുന്നു. ആ പൂവിന് മട്ടമായിട്ട് തന്നെ പാലെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ആ സമയമാകുമ്പോൾ അതിൽ ഓരോ ഫ്ലവർ എടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക. ഓരോന്നോരോന്നായിട്ട് പതുക്കെ എടുത്ത് മാറണം കേട്ടോ. ഒരു പുഷ്പം നമ്മൾ ചെടിയിൽ നിന്ന് എടുക്കുന്ന ലാഘവത്തോടെ ഇങ്ങനെ ഓരോന്നായിട്ട് ആ പാലിലിരിക്കുന്ന പുഷ്പങ്ങളെ നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കണം. അപ്പൊ ഇതെല്ലാ ഫ്ലവറും മാറ്റിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. അതാ നമ്മളെ ഫ്ലവർ പപ്പഡ് റെഡിയായി കഴിഞ്ഞു. ഇത് തന്നെയാണ് ഫ്ലവർ പപ്പഡ്. ഇത് വളരെ സ്വാദിഷ്ടമായ സംഭവമാണ് കേട്ടോ. നമ്മൾ പണ്ട് പറഞ്ഞ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. പിള്ളേർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്നതല്ലേ ഉണ്ടാക്കി. നിങ്ങളും ഒന്ന് കഴിച്ച് നോക്കണം. പിന്നെ നിങ്ങളിത് കഴിച്ചിട്ട് കൊതി കൂറിയിട്ട് പിള്ളേർക്ക് കൊടുക്കാതിരിക്കരുത്. ഇത് പിള്ളേർക്കും കൊടുക്കണം, നിങ്ങളും കഴിക്കണം. അപ്പോൾ ഈ ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. അതിന് മുന്നേ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യണം. അത് മാത്രം പോരാ, നിങ്ങൾ മാത്രം കഴിച്ചാൽ പോരാ കേട്ടോ. ഇതെല്ലാവരും കഴിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അവരും പൂക്കളുണ്ടായി കഴിക്കട്ടെന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് അറിയാനായിട്ടും കിട്ടുവാനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കൊടുക്കണം. എന്നാലേ ഈ ഡിഷ് വരുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാനും കൂടെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഫുഡ് സ്റ്റോറീസ് പുതിയൊരു സ്റ്റോറിയുമായിട്ട് ഉടൻ തന്നെ വരും. അതായത് ഒരു ഡിഷുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലേ? ഞാൻ അടുത്ത ഡിഷിനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, ബൈ.